നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണം നിലച്ചത് സ്ഥലം MLAയുടെ അനാസ്ഥ മൂലമെന്ന് UDF-ന്റെ പ്രക്ഷോഭം നാളെ ആരംഭിക്കും. വൈകിട്ട് പഞ്ചായത്ത് ഓഫീസ് പടിയിലെ പില്ലറുകളിൽ റീത്തുവയ്ക്കും. മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രം വീണ്ടും തുറന്നു. 1432 കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. കോഴി വളർത്തൽ കേന്ദ്രം അടച്ചത് 1 വർഷം മുൻപ് പക്ഷിപ്പനിയെ തുടർന്ന്. തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകം പ്രതി അമിത് ഉറാങ്ങിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ 67 സാക്ഷികൾ. കുറ്റപത്രം സമർപ്പിച്ചത് കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിൽ. അംഗപരിമിതർക്ക് ആശ്വാസമായി പാലാ ജനറൽ ആശുപത്രി കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രം തുറന്നു. പദ്ധതി നടപ്പാക്കിയത് 25 ലക്ഷം രൂപ വിനിയോഗിച്ച്. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളിയുടെ വർഷങ്ങളുടെ കാത്തിരിപ്പായ ബൈപ്പാസിന്റെ നിർമ്മാണം നിലച്ചതിന് പിന്നാലെ UDF പ്രക്ഷോഭത്തിലേക്ക്. സ്ഥലം MLA കൂടിയായ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജിന്റെ അനാസ്ഥയാണ് പദ്ധതി നിലയ്ക്കാൻ കാരണമെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് പഞ്ചായത്ത് ഓഫീസ് പടിയിലെ പില്ലറുകളിൽ റീത്തുവയ്ക്കും. കാഞ്ഞിരപ്പള്ളിയുടെ സ്വപ്ന പദ്ധതിയായ ബൈപ്പാസിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതിന് പിന്നിൽ സ്ഥലം MLA ഡോക്ടർ N ജയരാജിന്റെ അനാസ്ഥയാണെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സ്വന്തം വീഴ്ചകൾ മറച്ചുവെക്കുന്നതിന് കരാർ കമ്പനിക്കെതിരെ കാഞ്ഞിരപ്പള്ളി MLA ഉൾപ്പെടെയുള്ളവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അപഹാസ്യവും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനും വേണ്ടിയാണ്. ആവശ്യത്തിന് ഫണ്ടില്ലാത്തതിനാൽ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കരാർ കമ്പനിയുടെ പരാതികൾ വസ്തുതാപരമായി പരിശോധിക്കുന്നതിന് പകരം കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന അധികാരികളുടെ പ്രസ്താവന ബൈപ്പാസ് നിർമ്മാണം അട്ടിമറിക്കാൻ വേണ്ടിയാണെന്ന് സംശയിക്കുന്നതായും UDF നേതാക്കൾ പറഞ്ഞു. ഇനിയും റീടെൻഡർ ചെയ്ത് ഇതുമായി മുന്നോട്ട് പോയാൽ ഉടനെ എങ്ങും കാഞ്ഞിരപ്പള്ളിയുടെ ബൈപ്പാസ് വരുവാനായിട്ട് പോകുന്നില്ല എന്ന് നമുക്കറിയാം. നമ്മളെല്ലാം അത്യാവശ്യം സാമാന്യ ബോധമുള്ളവരാണ്. മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ കാഞ്ഞിരപ്പള്ളിയിലെ ജനാധിപത്യ വിശ്വാസങ്ങൾ ഉൾപ്പെടെ പത്രമാധ്യമങ്ങളിലൊക്കെ അവർ വായിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഒരു കരാർ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ അവർ ലീഗലായിട്ടുള്ള നടപടികളിലേക്ക് പോകും. ഈ പറയുന്ന പദ്ധതി തന്നെ അട്ടിമറിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്താണ് നിക്ഷിപ്ത താല്പര്യങ്ങൾ, സ്ഥാപിത താല്പര്യങ്ങൾ എന്നറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഡിമാൻഡ് വളരെ വ്യക്തമാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരാതെ എന്താണ് പ്രശ്നം എന്നുള്ളത്. ഇനിയും ഇവർ ഈ കമ്പനി പറയുന്നത് പോലെ അവർക്ക് അനുവദിച്ചിരിക്കുന്ന തുക കുറവാണോ? കിഫ്ബി യോഗം ചേരുന്നുണ്ടല്ലോ. ഓരോ മാസം 1-2 തവണ കിഫ്ബി കൂടുന്നുണ്ട്. ഇവർക്ക് ആ പദ്ധതി ചെലവ് കൂട്ടിക്കൊടുക്കാം. ഗവൺമെന്റിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ ഏകപക്ഷീയമായി ഒറ്റയടിക്ക് പറയുക ഈ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തും, അല്ലെ ഈ കമ്പനിക്ക് ഇനി കരാർ നൽകില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഗവൺമെന്റ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു സമവായത്തിന്റെ വഴിയിലൂടെ പോയി ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. 2007-2008 സർക്കാർ ഫാസ്റ്റ് ട്രാക്കിൽ ഉൾപ്പെടുത്തി തുടക്കമിട്ട ബൈപ്പാസ് പദ്ധതിയാണ് അനന്തമായി നീണ്ടുപോകുന്നത്. പലതവണ ടെൻഡറും റീടെൻഡറും ചെയ്തതിനു ശേഷമാണ് ഗുജറാത്തിലെ ബാക്ക് ബോൺ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കരാർ ഏറ്റെടുത്തത്. ബൈപ്പാസിന് വേണ്ടി അനുവദിച്ച തുക അപര്യാപ്തമായതിനാലാണ് മുൻപ് നിർമ്മാണ കമ്പനികൾ ടെൻഡർ നടപടികളിൽ നിന്നും വിട്ടുനിന്നത്. നിലവിൽ കരാർ എടുത്തിരിക്കുന്ന കമ്പനിയെ ഒഴിവാക്കി പദ്ധതി റീടെൻഡർ ചെയ്ത് മറ്റ് കമ്പനികൾക്ക് കരാർ നൽകാനുള്ള തീരുമാനം ബൈപ്പാസ് പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുമെന്നും UDF നേതാക്കൾ കുറ്റപ്പെടുത്തി. ബൈപ്പാസ് നിർമ്മാണം അട്ടിമറിക്കുന്നതിനെതിരെ UDF പ്രക്ഷോഭം ആരംഭിക്കുകയാണെന്നും ആദ്യഘട്ടമായി വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് കരാറുകാരൻ പണി നിർത്തിവെച്ച പഞ്ചായത്ത് ഓഫീസ് പടിയിലെ പില്ലറുകളിൽ റീത്ത് വെച്ച് പ്രതിഷേധിക്കുമെന്നും UDF നേതാക്കൾ അറിയിച്ചു. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ UDF നേതാക്കളായ പ്രൊഫസർ റോണി കെ ബേബി, ബിജു പത്യാല, VS അജ്മൽ ഖാൻ, ജോയി മുണ്ടാമ്പള്ളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. പക്ഷിപ്പനിയെ തുടർന്ന് കഴിഞ്ഞ 1 വർഷമായി കോഴി വളർത്തൽ കേന്ദ്രം അടച്ചിട്ടിരിക്കുകയായിരുന്നു. 2 ദിവസം പ്രായമായ 1432 കോഴിക്കുഞ്ഞുങ്ങളെയാണ് കോഴിഫാമിൽ എത്തിച്ചത്. പക്ഷിപ്പനി മൂലം 1 വർഷമായി അടച്ചിട്ടിരുന്ന മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജു സുജിത്ത് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസം പ്രായമായ 1432 കോഴിക്കുഞ്ഞുങ്ങളെയാണ് കോഴിഫാമിൽ എത്തിച്ചത്. 45 ദിവസങ്ങൾക്ക് ശേഷം കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യും. അതുവരെ തൊഴിലാളികളുടെ പരിപാലനത്തിനാകും കോഴിക്കുഞ്ഞുങ്ങൾ. ആദ്യഘട്ടം എന്ന നിലയിൽ 1432 കുഞ്ഞുങ്ങളെ എത്തിച്ച് പ്രവേശനോത്സവം നടത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ കോഴിക്കുഞ്ഞുങ്ങളെ എത്തിച്ച് പ്രവർത്തനം വിപുലീകരിക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസർ മനോജ് കുമാർ PK പറഞ്ഞു. മണർകാട് RPFD ലിനി ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. മണർകാട് പഞ്ചായത്ത് അംഗം രജിത അനീഷ്, മണർകാട് RPFES അജയ് കുരുവിള എന്നിവർ പ്രസംഗിച്ചു. ഫാം തുറന്നു പ്രവർത്തിച്ചതിൽ തൊഴിലാളികൾ വളരെയേറെ സന്തോഷത്തിലാണ്. അതോടൊപ്പം തന്നെ അവരുടെ പ്രിയപ്പെട്ട ഡോക്ടർ ലിനി ചന്ദ്രൻ സ്ഥലം മാറിപ്പോകുന്നതിന്റെ സങ്കടവും. ഏറെക്കാലം സേവനമനുഷ്ഠിച്ച ഡോക്ടർക്ക് യാത്രയയപ്പും ഇതോടൊപ്പം സംഘടിപ്പിച്ചു.
ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ കോട്ടയം വെസ്റ്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 750 പേജുള്ള കുറ്റപത്രമാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിൽ വെസ്റ്റ് പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പ് ഉടമയും പ്രമുഖ വ്യവസായിയുമായ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ വിജയകുമാറിനെയും ഭാര്യ മീരയെയും കൊലപ്പെടുത്തിയ കേസിൽ ഇവരുടെ മുൻ ജീവനക്കാരൻ അസം സ്വദേശി അമിത് ഒറാങ്ങാണ് പ്രതി. കഴിഞ്ഞ ഏപ്രിൽ 22-നായിരുന്നു കൊലപാതകം. കേസിൽ 67 സാക്ഷികളാണുള്ളത്. 750 പേജുള്ള കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചത്. വിജയകുമാറിനോടും ഭാര്യയോടും അമിത്തിനുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കൊലപാതകം ചെയ്യണമെന്ന ഉദ്ദേശ്യത്തോടെ വീട്ടിൽ അതിക്രമിച്ച് കയറൽ, മോഷണം, കൊലപാതകം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മുൻപ് വിജയകുമാറിന്റെ ഫോൺ മോഷ്ടിച്ച് അമിത് സാമ്പത്തിക ക്രമക്കേട് നടത്തിയിരുന്നു. പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതോടെ പണം തിരികെ നൽകാമെന്ന് അമിത് പറഞ്ഞെങ്കിലും വിജയകുമാർ കേൾക്കാൻ കൂട്ടാക്കിയില്ല. ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് ഇയാൾ വിജയകുമാറിനെ ബന്ധപ്പെട്ടെങ്കിലും വിജയകുമാർ കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല. ഇതിനിടെ സ്വന്തം കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം വിജയകുമാറിനോട് ഇയാൾ പക മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. നിലവിൽ കോട്ടയം ജില്ലാ ജയിലിൽ റിമാൻഡിലാണ് അമിത് ഒറാങ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അംഗപരിമിതർക്ക് ആശ്വാസമായി പാലാ ജനറൽ ആശുപത്രി. കൃത്രിമ അവയവങ്ങൾ പിടിപ്പിച്ച് നൽകുന്ന കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രം ആശുപത്രിയിൽ തുറന്നു. സംസ്ഥാനത്തെ 10ാമത്തെ കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രമാണ് പാലായിൽ പ്രവർത്തനം ആരംഭിച്ചത്. പാല കെ മാണി സ്മാരക ജനറൽ ആശുപത്രിയിൽ കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രം തുറന്നു. ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഫിസിക്കൽ മെഡിസിൻ റിഹാബിലിറ്റേഷൻ ചികിത്സാ വിഭാഗത്തിന്റെ ഭാഗമായാണ് ആർട്ടിഫിഷ്യൽ ലിംബ് ഫിറ്റിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ ഫിസിയോതെറാപ്പി വിഭാഗവും സ്പീച്ച് ആൻഡ് ഓഡിയോളജി വിഭാഗവും ഇതിനോടനുബന്ധിച്ച് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അംഗഹീനർക്ക് കൃത്രിമ കാലുകൾ, കൈ നഷ്ടമായവർക്ക് കൃത്രിമ കൈകൾ, പോളിയോ ബാധിതർക്കും അപകടം മൂലം അംഗഭംഗം സംഭവിച്ചവർക്കും ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവ ഇവിടെ നിന്നും ലഭ്യമാകും. മുട്ടുവേദന, നട്ടെല്ലിന് ക്ഷതം, കഴുത്ത് വേദനക്കാർ എന്നിവർക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങളും ഇവിടെയുണ്ട്. ക്രച്ചസ്, വാക്കിംഗ് സ്റ്റിക്ക്, വാക്കർ, ഷോൾഡർ ബാഗ്, കാൽമുട്ട് സഹായം എന്നിവയും ഈ കേന്ദ്രം വഴി ലഭ്യമാകും. 25 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നതെന്നും സംസ്ഥാനത്തെ 10ാമത്തെ കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രമാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്നും ആശുപത്രി സൂപ്രണ്ടും ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഡോക്ടർ ടി.പി. അഭിലാഷ് പറഞ്ഞു. ആരോഗ്യവകുപ്പിന് കീഴിൽ ഇടുക്കി, കോട്ടയം ജില്ലകളിലെ ഏക സെന്റർ കൂടിയാണിത്. 2 ടെക്നീഷ്യന്മാരുടെ സേവനമുണ്ട്. നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു. ഇത്ര മനോഹരമായിട്ട്, ഇത്ര ചിട്ടയോടുകൂടി ആർട്ടിഫിഷ്യൽ ലിംസ്, നമ്മുടെ അവയവങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ള ആൾക്കാർക്ക് വെച്ചു കൊടുക്കുന്ന ഒരു മഹനീയമായ മുഹൂർത്തം. ഇപ്പം നമ്മൾ കണ്ടു, റാണി മോൾ എന്ന് പറയുന്ന ഒരു ലേഡിയെ, അവർ തളർവാദം വന്നാണ് വന്നത്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ നടക്കാൻ സാധിച്ച ഒരു മഹനീയ മുഹൂർത്തമൊക്കെ എന്നും അവരുടെയൊക്കെ മനസ്സിൽ അവിസ്മരണീയ നിമിഷങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെല്ലാം. നമ്മുടെ ആശുപത്രി ഒന്നിനൊന്ന് ഉയർന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിദഗ്ധരായാലും അതുപോലെ അർപ്പണബോധമുള്ള ഡോക്ടർമാരാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ നമ്മുടെ ആശുപത്രി ഒന്നിനൊന്നിനെ മെച്ചപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്രണ്ട് ഡോക്ടർ ടി.പി. അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ, വികസനകാര്യ സേന സമിതി അധ്യക്ഷൻ സാവിയോ കാവുകാട്ട്, കൗൺസിലർമാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. നഗരസഭ പദ്ധതി വിഹിതത്തിൽ നിന്നും 14 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഈ കേന്ദ്രത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാല. കാഞ്ഞിരപ്പള്ളി മണിമല കുളത്തൂർ മൂഴി കർഷക സൗഹൃദ ലിങ്ക് റോഡിന്റെ അവസാനവട്ട സർവേ ജോലികൾ ആരംഭിച്ചു. പദ്ധതിയുടെ കരാർ ഏറ്റെടുത്ത ബഗോറ കമ്പനിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും മുൻപ് അവസാനവട്ട സർവേ ജോലികൾ നടത്തുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ കാഞ്ഞിരപ്പള്ളി മണിമല കുളത്തൂർ മൂഴി കർഷക സൗഹൃദ ലിങ്ക് റോഡിന്റെ അവസാനവട്ട സർവേ ജോലികൾ ആരംഭിച്ചു. കരാർ ഏറ്റെടുത്ത റാന്നി കേന്ദ്രമായുള്ള ബഗോറ കമ്പനിയുടെ ജീവനക്കാരാണ് സർവേ ജോലികൾ നടത്തുന്നത്. മുൻപ് സ്ഥാപിച്ച സർവേ കല്ലുകളിൽ ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലത് വാഹനങ്ങൾ ഇടിച്ചും മറ്റും സ്ഥാനം തെറ്റി. ഈ സ്ഥലങ്ങൾ വീണ്ടും കണ്ടെത്തി അടയാളപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് അവസാനവട്ട സർവേ. കാഞ്ഞിരപ്പള്ളിയിൽ മണിമല റോഡ് ആരംഭിക്കുന്നിടത്ത് നിന്നാണ് സർവേ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം മണനാനി മുതൽ കല്ലുകളുടെ വൃത്തിയാക്കലും ആരംഭിച്ചിട്ടുണ്ട്. സർവേ പൂർത്തിയായാൽ ഉടൻ തന്നെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത ബഗോറ കമ്പനി പണികൾ ആരംഭിക്കും. കാഞ്ഞിരപ്പള്ളി മുതൽ മണനാനി വരെയുള്ള 6.95 കിലോമീറ്റർ ദൂരം ആദ്യഘട്ടത്തിലും മണിമല മുതൽ കുളത്തൂർ മൂഴി വരെയുള്ള 11.45 കിലോമീറ്റർ ദൂരം രണ്ടാം ഘട്ടത്തിലും പുനർനിർമ്മിക്കും. കാഞ്ഞിരപ്പള്ളി മണിമല കുളത്തൂർ മൂഴി വരെയുള്ള നിലവിലെ റോഡിന്റെ സെന്റർ ലൈൻ നിലനിർത്തി പരമാവധി വളവുകൾ നിവർത്തി ആധുനിക നിലവാരത്തിലാവും നിർമ്മാണം. 2 വശങ്ങളിലും ഫുട്
ഫുട്പാത്തിനു പുറമെ വാട്ടർ അതോറിറ്റി, KSEB, ടെലിഫോൺ എന്നിവയുടെ യൂട്ടിലിറ്റി സൗകര്യവും മറ്റ് ആധുനിക റോഡ് സുരക്ഷാ സാമഗ്രികളും ഇതിനോടൊപ്പം ഉൾപ്പെടുത്തും. കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. കിഫ്ബിയാണ് പദ്ധതിക്ക് ആവശ്യമായ തുക അനുവദിച്ചത്. 85.81 കോടി രൂപയാണ് പദ്ധതി ടെൻഡർ നൽകിയിരിക്കുന്നത്. നിലവിലെ റോഡിന്റെ വീതി 8 മീറ്റർ എന്നുള്ളത് 10 മീറ്ററാക്കി വർദ്ധിപ്പിച്ചായിരിക്കും നിർമ്മാണം. ഇതിനാവശ്യമായ സ്ഥലം സങ്കീർണമായ സ്ഥലമേറ്റെടുക്കൽ നടപടികളിലേക്ക് പോകാതെ വിട്ടുതരാൻ വസ്തു ഉടമകൾ തയ്യാറായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കാട്ടുപന്നി ശല്യത്തിനെതിരെ തദ്ദേശ സ്ഥാപനങ്ങൾ സർക്കാർ ഉത്തരവ് നടപ്പാക്കണമെന്ന് ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ. ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയും വനമന്ത്രിയും ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും നടപടികൾ കൈക്കൊള്ളാത്ത പഞ്ചായത്തുകൾ കൃത്യവിലോപമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും ഫാദർ തോമസ് മറ്റമുണ്ടയിൽ കുറ്റപ്പെടുത്തി. ജനവാസ മേഖലകളിൽ ഇറങ്ങി മനുഷ്യജീവനും സ്വത്തിനും നാശനഷ്ടങ്ങളുണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചോ അനുവദനീയമായ മറ്റു മാർഗങ്ങളിലൂടെയോ തടയുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ ഉത്തരവാദിത്തം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതികൾ വീഴ്ച വരുത്താൻ പാടില്ലെന്ന് ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ ആവശ്യപ്പെട്ടു. ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഈ ആവശ്യം അദ്ദേഹം ഉന്നയിച്ചത്. മനുഷ്യവാസ മേഖലയിലെ ആളുകളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനു വേണ്ടി ലൈസൻസ് ഉള്ള ഷൂട്ടർമാരെ നിയോഗിക്കാൻ കേരള ഗവൺമെന്റിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ഈ ഉത്തരവ് ഫലപ്രദമായി നടപ്പാക്കാൻ പല തദ്ദേശ സ്ഥാപനങ്ങളും വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ലെന്ന് വനംവകുപ്പ് മന്ത്രി പോലും പരിതപിക്കുന്നതായി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാട്ടുപന്നികൾ മൂലമുള്ള അപകടങ്ങളും കൃഷിനാശവും തുടർച്ചയായി സംഭവിക്കുകയാണ്. കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കുന്നതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അടുത്ത തെരഞ്ഞെടുപ്പിൽ കർഷകർ നിലപാടെടുക്കണമെന്നും ഫാദർ തോമസ് മറ്റമുണ്ടയിൽ ആവശ്യപ്പെട്ടു. ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. ഇനിയുള്ള കാലം കർഷകാനുകൂലമായ ഈ നടപടി എടുക്കാത്ത പഞ്ചായത്തുകളെ നിരീക്ഷിക്കാനായിട്ട് ഇൻഫാം താലൂക്ക് തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയാണ്. ആ ജാഗ്രതാ സമിതിയിൽ കാർഷിക താലൂക്കിലെ ഭാരവാഹികളും കാർഷിക ഗ്രാമത്തിലെ ഭാരവാഹികളും അംഗങ്ങളാണ്. അതിൻ്റെ താലൂക്ക് ഡയറക്ടർ, അതിൻ്റെ രക്ഷാധികാരിയും ആ താലൂക്കിൽ നിന്നുള്ള ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അതിൻ്റെ അധ്യക്ഷനായും പ്രവർത്തിക്കും. പഞ്ചായത്തുകൾ ഈ കാര്യത്തിൽ എടുക്കുന്ന നടപടികളെ, കർഷക അനുകൂലമായ നടപടികളെ കൃത്യമായി നിരീക്ഷിച്ച് വിലയിരുത്തി അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് പൊതുജന മധ്യത്തിലെത്തിക്കാനും കർഷകർ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുവാനുള്ള നിലപാട് എടുക്കുവാനും അത് വ്യക്തമാക്കുവാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാവും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ നാളുകൾ പഞ്ചായത്തുകളുടെ നിലപാടുകളും നടപടികളും പഠിക്കുന്നതിനും പരസ്യമാക്കുന്നതിനും അത് പൊതുജന സമൂഹം മധ്യേ എത്തിക്കുന്നതിനും ഇൻഫാം പഞ്ചായത്തുകൾ തോറും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് നിരീക്ഷണം നടത്തുമെന്നും ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു. യോഗത്തിൽ ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവേലിൽ, കേരള സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ PV മാത്യു, നാഷണൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജെയ്സൺ ചേംബ്ലായിൽ, നെൽവിൻ C ജോയ്, സംസ്ഥാന ട്രഷറർ തോമസ് തുപ്പലഞ്ഞിയിൽ, ജില്ലാ ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ റോബിൻ പടകാലയിൽ, ഫാദർ ആൽബിൻ പുൽത്തകടിയിൽ, ഫാദർ ജിൻസ് കിഴക്കൽ, സെക്രട്ടറി തോമസ് കുട്ടി വാരണത്ത്, ജോയിന്റ് സെക്രട്ടറി ബോബൻ ഈഴക്കുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. രാസലഹരിയുടെ ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ കേരള പത്രപ്രവർത്തക യൂണിയൻ ബ്രേക്കിംഗ് ഡേ ക്യാമ്പയിൻ തുടങ്ങി. കോട്ടയം പ്രസ് ക്ലബ്ബിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ജനവാസ മേഖലകളിൽ ഇറങ്ങി മനുഷ്യജീവനും സ്വത്തിനും നാശനഷ്ടങ്ങളുണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചോ അനുവദനീയമായ മറ്റു മാർഗങ്ങളിലൂടെയോ തടയുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ ഉത്തരവാദിത്തം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതികൾ വീഴ്ച വരുത്താൻ പാടില്ലെന്ന് ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ ആവശ്യപ്പെട്ടു.
ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഈ ആവശ്യം അദ്ദേഹം ഉന്നയിച്ചത്. മനുഷ്യവാസ മേഖലയിലെ ആളുകളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനു വേണ്ടി ലൈസൻസ് ഉള്ള ഷൂട്ടർമാരെ നിയോഗിക്കാൻ കേരള ഗവൺമെന്റിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ഈ ഉത്തരവ് ഫലപ്രദമായി നടപ്പാക്കാൻ പല തദ്ദേശ സ്ഥാപനങ്ങളും വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ലെന്ന് വനംവകുപ്പ് മന്ത്രി പോലും പരിതപിക്കുന്നതായി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാട്ടുപന്നികൾ മൂലമുള്ള അപകടങ്ങളും കൃഷിനാശവും തുടർച്ചയായി സംഭവിക്കുകയാണ്. കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കുന്നതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അടുത്ത തെരഞ്ഞെടുപ്പിൽ കർഷകർ നിലപാടെടുക്കണമെന്നും ഫാദർ തോമസ് മറ്റമുണ്ടയിൽ ആവശ്യപ്പെട്ടു. ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. ഇനിയുള്ള കാലം കർഷകാനുകൂലമായ ഈ നടപടി എടുക്കാത്ത പഞ്ചായത്തുകളെ നിരീക്ഷിക്കാനായിട്ട് ഇൻഫാം താലൂക്ക് തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയാണ്. ആ ജാഗ്രതാ സമിതിയിൽ കാർഷിക താലൂക്കിലെ ഭാരവാഹികളും കാർഷിക ഗ്രാമത്തിലെ ഭാരവാഹികളും അംഗങ്ങളാണ്. അതിൻ്റെ താലൂക്ക് ഡയറക്ടർ, അതിൻ്റെ രക്ഷാധികാരിയും ആ താലൂക്കിൽ നിന്നുള്ള ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അതിൻ്റെ അധ്യക്ഷനായും പ്രവർത്തിക്കും. പഞ്ചായത്തുകൾ ഈ കാര്യത്തിൽ എടുക്കുന്ന നടപടികളെ, കർഷക അനുകൂലമായ നടപടികളെ കൃത്യമായി നിരീക്ഷിച്ച് വിലയിരുത്തി അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് പൊതുജന മധ്യത്തിലെത്തിക്കാനും കർഷകർ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുവാനുള്ള നിലപാട് എടുക്കുവാനും അത് വ്യക്തമാക്കുവാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാവും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ നാളുകൾ പഞ്ചായത്തുകളുടെ നിലപാടുകളും നടപടികളും പഠിക്കുന്നതിനും പരസ്യമാക്കുന്നതിനും അത് പൊതുജന സമൂഹം മധ്യേ എത്തിക്കുന്നതിനും ഇൻഫാം പഞ്ചായത്തുകൾ തോറും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് നിരീക്ഷണം നടത്തുമെന്നും ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു. യോഗത്തിൽ ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവേലിൽ, കേരള സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ PV മാത്യു, നാഷണൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജെയ്സൺ ചേംബ്ലായിൽ, നെൽവിൻ C ജോയ്, സംസ്ഥാന ട്രഷറർ തോമസ് തുപ്പലഞ്ഞിയിൽ, ജില്ലാ ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ റോബിൻ പടകാലയിൽ, ഫാദർ ആൽബിൻ പുൽത്തകടിയിൽ, ഫാദർ ജിൻസ് കിഴക്കൽ, സെക്രട്ടറി തോമസ് കുട്ടി വാരണത്ത്, ജോയിന്റ് സെക്രട്ടറി ബോബൻ ഈഴക്കുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പാമ്പാടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പങ്കട സ്വദേശി ജബിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജബിനെ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 7:45 പാമ്പാടി സെൻട്രൽ ജംഗ്ഷനിലായിരുന്നു അപകടം. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ലാലം ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ കൂട്ടനടത്തം പാലായിൽ സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ലാലം ബ്ലോക്കിന്റെയും പാലാ ടൗൺ ബ്ലോക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലായിൽ ലഹരി വിരുദ്ധ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. പാലാ ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച നടത്തം മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലാലം ജംഗ്ഷനിൽ സമാപിച്ച നടത്തത്തിന് ശേഷം സമാപന സമ്മേളനം മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസഫ് മൈലാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് ലഹരി വർദ്ധിച്ചു വരുന്നു. അതിനൊരു നിയന്ത്രണം അത്യന്താപേക്ഷിതമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണ പരിപാടിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. PM തോമസ്, PV സോമശേഖരൻ നായർ, KG വിശ്വനാഥൻ, MN രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഴുവൻ അംഗങ്ങളും കൂട്ടനടത്തത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. രാമായണ ശീലുകൾ നിറയുന്ന രാമായണ മാസത്തിന് നാളെ തുടക്കമാകും. രാമായണ മാസത്തിലെ ഭക്തി നിറയുന്ന ശീലുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ക്യാബിനറ്റ് ചാനലും. രാമായണ മാസം മുഴുവൻ രാവിലെ 7 മണിക്കും വൈകിട്ട് 6 മണിക്കും രാമായണ പാരായണം ചാനലിൽ സംപ്രേഷണം ചെയ്യും. രാമായണ പാരായണം എല്ലാ കുടുംബങ്ങളിലും പണ്ട് മുതലേ പതിവുള്ളതാണ്. എന്താണ് രാമായണത്തിൻ്റെ പ്രസക്തി? മനുഷ്യ കഥാനുയായിയായ സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ പ്രത്യേക മുഹൂർത്തങ്ങളിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകാവുന്ന ഭാവപരിണാമങ്ങളുടെ സമ്പുഷ്ടമായ ഒരു ചിത്രീകരണമാണ് രാമായണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണം നിലച്ചത് സ്ഥലം MLAയുടെ അനാസ്ഥ മൂലമെന്ന് UDF-ന്റെ പ്രക്ഷോഭം നാളെ ആരംഭിക്കും. വൈകിട്ട് പഞ്ചായത്ത് ഓഫീസ് പടിയിലെ പില്ലറുകളിൽ റീത്ത് വയ്ക്കും. മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രം വീണ്ടും തുറന്നു. 1432 കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. കോഴി വളർത്തൽ കേന്ദ്രം അടച്ചത് 1 വർഷം മുൻപ് പക്ഷിപ്പനിയെ തുടർന്ന്. തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകം പ്രതി അമിത് ഉറാങ്ങിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ 67 സാക്ഷികൾ. കുറ്റപത്രം സമർപ്പിച്ചത് കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിൽ. അംഗപരിമിതർക്ക് ആശ്വാസമായി പാലാ ജനറൽ ആശുപത്രി കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രം തുറന്നു. പദ്ധതി നടപ്പാക്കിയത് 25 ലക്ഷം രൂപ വിനിയോഗിച്ച്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.